മാപ്സിക് എന്റർടൈൻമെന്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്കോ കുക്കീസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. നമുക്ക് മൈദ വേണം, കൊക്കോ പൗഡർ വേണം, ബട്ടർ എടുത്തിട്ടുണ്ട്, 2 മുട്ട, പിന്നെ ബ്രൗൺ ഷുഗർ ആണ് ഇതിനകത്ത് എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ അതിൻ്റെ ആൾട്ടർനേറ്റീവായിട്ട് ശർക്കര എടുത്തിട്ടുണ്ട്, പിന്നെ മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്, 1/4 കപ്പ് ശർക്കര ഇട്ട് ഈ ബട്ടർ ഇടാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി മിക്സ് ആക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് അത് മിക്സ് ചെയ്യേണ്ടത്. ഇനി നമ്മളെ മുട്ട ഒട്ടിച്ചിടാം. ശർക്കര മെരുകി എന്താ പൊടിച്ചിട്ടുണ്ട് കൂട്ട കുറച്ച് പ്രശ്നമായി. നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരക്ക് നമ്മൾ 2 കപ്പ് മൈദയാണ് ഇടണേ. ഒരു 2 വലിയ സ്പൂൺ കൊക്കോ പൗഡർ ഇടാം. എന്നിട്ട് അരിക്കാം. അപ്പോൾ നമ്മൾ അരിച്ച് തീരാറായി. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഇടാം. ഈ ചോക്ലേറ്റ് നമ്മൾ ബാർ വാങ്ങിച്ചത് ഇത്രയും വലിയ ചങ്കി ക്യൂബ്സ് ആക്കാനാണ്. അപ്പോൾ വലിയ ക്യൂബ്സ് ആയിട്ട് കടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ചോക്കോ ചിപ്സ് ഉപയോഗിക്കാറുണ്ട്. ഇതാണ് പക്ഷെ നല്ലത്. ഇനി ഇതിനകത്തേക്ക് മൊത്തം ആവണം എല്ലായിടത്തും ഏകദേശം ചോക്ലേറ്റ്സ് എത്ര. ഇതിൻ്റെ ഒരു സ്പൂൺ എടുക്കുക. എന്നിട്ട് അധികം പ്രസ് ചെയ്യേണ്ട. ഇതുണ്ട് ഇതേപോലെ ബോൾസ് പോലെ ഉണ്ടാക്കിയാൽ മതി. അത് ഓവനിൽ വെക്കുമ്പോൾ നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയാവും. അപ്പോൾ നമ്മൾ അത്രയും ഫ്ലോറിൽ നിന്ന് ഒരു 12 കുക്കീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 1.5-2 മണിക്കൂർ മിനിമം വെക്കണം. എന്നാലാണ് ഇതൊന്ന് സെറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇത് ഷുഗറൊക്കെ ആയതുകൊണ്ട് ഓവനിൽ ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഭയങ്കര തിൻ ലെയറായിട്ട് പോകും. ഭയങ്കര ക്രിസ്പി ആവും. ഒരു 1.5-2 മണിക്കൂർ മിനിമം വെച്ചാലാണ് അതിൻ്റെ ഒരു ടെക്സ്ചറിൽ നിൽക്കുള്ളൂ, സോഫ്റ്റ് ആയിട്ട്. ഇതിപ്പോൾ ഭയങ്കര ചങ്കി ചോക്ലേറ്റ്സ് ഇതിനകത്ത് മൊത്തം ഫിൽഡാണ്. 2-3 കട്ടുണ്ട് പൂർണ്ണത്തിൽ തന്നെ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞു. കുക്കീസൊക്കെ റെഡി ആയിട്ടുണ്ട്. ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഞെക്കിയ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിയപ്പോൾ അത് വേഗാത്തല്ല. അത് കുറച്ച് ചൂടൊക്കെ ആറുമ്പോൾ അത് നന്നായിട്ട് ഫേം ആവും. അപ്പോൾ നമ്മൾ കുക്കീസൊക്കെ കഴിഞ്ഞിട്ടുണ്ടത്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കുക്കി ആദർശന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചത് കുക്ക് ചെയ്യുന്ന ഒരാളുടെ പല്ല് പോയി. ഒരു ദിവസം ഉണ്ടാക്കിയാർന്ന്. ആദ്യത്തെ ബാച്ച് അടിപൊളിയായി. 2ാമത്തെ അങ്ങനെ നോക്കുമ്പോ കല്ലുകളിരിക്കണെങ്കിലും കടിക്കുമ്പോ നമുക്ക് തോന്നല വെന്തട്ടില്ലാത്ത പോലെ തോന്നണം. അതല്ല ടെക്സ്ചർ. ചൂവയാണ് കുക്കിയുടെ ചൂവേന്റെ ഇതാണ്. പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മള് ചോക്ലേറ്റ് ഇതുവരെ കഴിക്കാത്തോണ്ട് ഇതാണോ കുക്കി എന്ന് നമുക്കറിയില്ല. അതൊരു മാതിരി പുള്ളി കഴിച്ചിട്ടുണ്ട്. ഇവിടെ മറ്റു സാധനം ഉണ്ടായി, നട്ടിന്റെ കളർ. കുഴപ്പമില്ല, കുറച്ച് ഓവർ മതിയാണ്. ഫുൾ എത്ര 2 കപ്പ് പഞ്ചസാരയും പിന്നെ ജാഗറിയും ഉണ്ട്. അൺഹെൽത്തി ഫുഡ്. ഇത്ര പഞ്ചസാര 2 അല്ല, 1 കപ്പ് പഞ്ചസാര, 2 കപ്പ് മൈദ. എന്ത് മധുരാ അച്ഛനൊക്കെ പോയി ഇത് എന്നാ മതി. തല കിറങ്ങി കിടക്കാം. പീസ് മതി. ചോക്ലേറ്റ്. അപ്പോൾ ഇവനാണ് നമുക്ക് ഡയബറ്റീസ് ഉണ്ടാക്കുന്ന ആള്. വയസ്സാവാറായി. ഡയബറ്റീസ് വരുത്താനുള്ള ഓരോരോ കുക്കീസ് കൊണ്ട് വന്നേക്കാണ് ചെക്കൻ. ഇതൊക്കെ തിന്ന് മരിക്കണേ.